ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ്. തമ്പനയിൽ കണ്ട പോലെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടണേ. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്ന് കുറച്ചധികം പണികളുണ്ട്. അച്ഛനൊരു സൂചന പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങളിങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്നുള്ളതൊന്നും. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഫുഡായിട്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും പോർക്ക് ഇങ്ങനെ ചില്ലി പോലെ വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരി സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ ചേട്ടൻ ഇവിടെ ചാലക്കുടി പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം പോയതിന് ശേഷം ഞാനും ചേട്ടനും കൂടി പോർക്ക് ഇറച്ചിയും ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് പായസം കൂടി ആക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പീസ് കേക്കും പിന്നെ പായസവും കൊടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനതിൻ്റെ പണികൾ ചെയ്യാമെന്ന് കരുതി അത് ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ സേമിയ എനിക്ക് ഇതാണ് കിട്ടിയത്. റോസ്റ്റഡ് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ നീളത്തിലുള്ള സേമിയയായിരുന്നു കിട്ടിയായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു ആദ്യം. എന്നിട്ട് നെയ്യിൽ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അമ്മ അപ്പുറത്ത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ രാവിലെ വാങ്ങിയതിൻ്റെ നമ്മൾ പാർട്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ കക്കാമ്പരണ്ട, ലിവർ, കഴുത്ത് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് അമ്മ ഒരു കറി റെഡിയാക്കുകയാണ് അവിടെ അപ്പുറത്ത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക്, വൈകിട്ടാണ് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ. അപ്പോൾ അമ്മയുടെ ആങ്ങള ഞങ്ങളുടെ അച്ചാച്ചനാണ് അച്ചാച്ചനും ആൻറ്റിയും ഉണ്ട്. അപ്പോൾ അവർ രണ്ടാളും വരും ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പായസമൊക്കെ ആക്കി. സാധാ നോർമൽ ഞാൻ പഞ്ചസാരനെ ഒന്ന് കാരമലൈസ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ 3 ലിറ്റർ പാലാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അതിലോട്ട് ആദ്യം 1.5 ലിറ്റർ പാലിൽ നമ്മുടെ സേമിയോനെ ഒന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചു. അതിനിടയിൽ ഇവിടെ അമ്മ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. പിന്നെ ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡും നമ്മുടെ നെയ്യിൽ കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിട്ട് നമ്മുടെ പായസമൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി ചെയ്യാമെന്ന് കരുതി അതിനൊക്കെ തുടങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ആ പാർട്സിൻ്റെ കറിയൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു. വീണ്ടും ഡെക്കറേഷൻ ആരംഭിച്ചു. അപ്പം അതിനിടയിൽ ഇവിടെ ചിക്കൻ കറിയൊക്കെ ആൻറ്റിയും അച്ചാച്ചനും അമ്മയും എല്ലാവരും കൂടി റെഡിയാക്കി ഇവിടെ വെച്ചു. പിന്നെ ബിരിയാണിക്കുള്ള സബോളയൊക്കെ അച്ചാച്ചനാണത്, ഞങ്ങളുടെ അച്ചാച്ചൻ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റി അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളാലാവുന്ന ഒരു ഡെക്കറേഷൻ ഞങ്ങൾ ചെയ്തു. പിന്നെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ കൊച്ചിന് ഒരു ബബിൾസിൻ്റെ സാധനം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ കളിക്കുകയാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പം വരുന്നേക്ക് മുമ്പ് ഫുഡിൻ്റെ എല്ലാ പരിപാടികളും കഴിക്കണമെന്ന് കരുതിയിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അപ്പം വരണേക്കുമ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പോൾ ആളാകെ വണ്ടറടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ പറയാണ്ടൊക്കെ വന്നേന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അകത്ത് കയറിയപ്പോൾ വലിയമ്മച്ചിയും ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് ആളാകെ വണ്ടറായിരുന്നു കേട്ടോ. ഇതെന്താ എല്ലാവരും കൂടി എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അകത്ത് കയറി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ആൾക്ക് മനസ്സിലായി ഇതൊക്കെയാണ് ഇവിടെ പരിപാടി. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു. ആളുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു. പിന്നെ ആളോട് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ആൾക്ക് ഉണ്ടായുള്ളൂ. എന്നാലും ആൾ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും വന്ന് കണ്ട് ഒക്കെ വന്നപ്പോൾ ആൾക്കും ഭയങ്കര ഹാപ്പി. എല്ലാവർക്കും വന്നവർക്കും ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ അടിച്ച് പൊളിച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങനെ ആൾ വന്ന് ഇതൊക്കെ കണ്ട് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണ് കേട്ടോ.
അപ്പച്ചനൊരു ജോലി കഴിഞ്ഞ് ഒരു 5-5:30 ആകുമ്പോഴാണ് എത്താം കേട്ടോ. അപ്പോൾ വേഗം പറഞ്ഞു വിട്ടു കുളിച്ച് റെഡിയായി വായോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയൊക്കെ ആയി ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആദ്യം പ്രാർത്ഥന എത്തിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോഴേക്കും എല്ലാവരും നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ കസിൻസൊക്കെ അപ്പോഴേക്കും എത്തുള്ളൂ. അപ്പോൾ കുറച്ച് പേര് വരാനുള്ള ഒരു ഗ്യാപ്പിൽ പിള്ളേർ ഇവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങളിതാ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചെടുത്തു. ഫാമിലിയും വന്ന കസിൻസും എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ഒരു അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പനെ കണ്ടാൽ അങ്ങനെ 70 വയസ്സായി എന്നും ആരും പറയില്ല. പൊക്കി പറയേണ്ടതല്ല കേട്ടോ. കാരണം എല്ലാവരും ചോദിക്കും ഞാൻ ഇങ്ങനെ 70 വയസ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അപ്പനെ കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ, എൻ്റെ ദൈവം 70 ആയോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അപ്പനെ കണ്ടാൽ അങ്ങനെ പറയില്ല. പിന്നെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, ഞങ്ങളതൊക്കെ ഡൈ ചെയ്താണ് നടക്കുന്നത്. എന്നാലും അങ്ങനെ ഒരുപാട് പ്രായമുള്ള ഒരു ആളാണ്, 70 വയസ്സായി എന്നൊന്നും പെട്ടെന്നൊന്നും തോന്നിക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പനെക്കുറിച്ച്, അമ്മയ്ക്ക് അപ്പച്ചനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ പറയാൻ. വർഷത്തെ അതായത് 70 വർഷം ഞങ്ങൾക്ക് തന്നത് കുടുംബത്തെ കാർന്നോലെ നൽകി. എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലായാലും തന്നൊരു അനുഗ്രഹമായിട്ടാണ് ചേട്ടൻ്റെ 70 അതുപോലെ 70 വർഷം ദൈവാനുഗ്രഹം കൊണ്ട് അസുഖങ്ങളോ തമ്പരാനൊന്നും തന്ന് ഞങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആളുടെ ഒരു സെൻഡ് ഓഫ്, അതായത് റിട്ടയർമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞങ്ങൾക്കൊന്നും പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു ചാൻസ് ആയിട്ട് ഞങ്ങള് അപ്പച്ചനൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങള് അങ്ങനെയാണ് പിന്നെ പറയണ സംഭവങ്ങൾ എന്നതാന്നുള്ളത് ഞാനപ്പ അറിയണുള്ളൂ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കേക്കും പായസവും ഫുഡടിയൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ട് പിരിഞ്ഞു. ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയായിരുന്നു. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ ലോങ് വീഡിയോ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പകുതി കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് മറന്നു പോയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്യണേ. വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ ഒന്നുമില്ലേ